എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം. നമ്മൾ ഉടനെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ ഇന്നലെ കേട്ട ഭാഗങ്ങളുടെ പെട്ടെന്ന് അതിലേക്കൊന്ന് എത്തി നോക്കിയിട്ട് അതിൻ്റെ മാർജിനൽ പാരഗ്രാഫുകളിലേക്ക് നമ്മൾ കടക്കുന്നു. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. അതാണ് പ്രധാന ശീർഷകം. 2607. പെട്ടെന്ന് അതൊന്ന് വായിച്ചു പോകാം. യേശു പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. വലിയ രഹസ്യമാണ്. യേശു പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. പിതാവിനോടുള്ള യേശുവിൻ്റെ പ്രാർത്ഥന ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥനയുടെ ദൈവശാസ്ത്ര പാതയാണ്. പിതാവിനോടുള്ള നമ്മുടെ പ്രാർത്ഥനയുടെ യേശുവിൻ്റെ പ്രാർത്ഥന ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥനയുടെ ദൈവശാസ്ത്ര പാതയാണ്. പ്രാർത്ഥനയെപ്പറ്റിയുള്ള പിതാവിനോടുള്ള യേശുവിൻ്റെ പ്രാർത്ഥന ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥനയുടെ ദൈവശാസ്ത്ര പാതയാണ്. അത് ഇംഗ്ലീഷിൽ അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. പ്രാർത്ഥനയെപ്പറ്റിയുള്ള യേശുവിൻ്റെ സ്പഷ്ടമായ പ്രബോധനം സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട്. ഒരു പരിശീലകനെ പോലെ നാം എവിടെയാണോ അവിടെ യേശു നമ്മെ കൈപിടിച്ച് നടത്തുകയും പടിപടിയായി പിതാവിൻ്റെ പക്കലേക്ക് ആനയിക്കുകയും ചെയ്യുന്നു. തന്നെ അനുഗമിക്കുന്ന ജനാവലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർ പ്രാർത്ഥനയെപ്പറ്റി പഴയ ഉടമ്പടി അനുസരിച്ച് പഠിച്ചിട്ടുള്ളവയിൽ നിന്ന് ആരംഭിച്ച് വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ നൂതനത്വം അവർക്ക് തുറന്നു കാണിക്കുന്നു. ഉപമകളിലൂടെ ഈ നൂതനത്വം അവിടുന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഒടുവിൽ അവിടുന്ന് പിൽക്കാലത്ത് തൻ്റെ സഭയിൽ പ്രാർത്ഥനയുടെ പരിശീലകരാകാനുള്ള ശിഷ്യന്മാരോട് പിതാവിനെ പറ്റിയും പരിശുദ്ധാത്മാവിനെ പറ്റിയും തുറന്ന് സംസാരിക്കുന്നു. അപ്പോൾ ആ ഗോസ്പലിൽ മുഴുവനും ആദ്യം മുതൽ അവസാനം വരെയുള്ള ആ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രബോധനങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി നമ്മുടെ 520 ഖണ്ഡികയിലേക്ക് പോകാം. യേശുവിൻ്റെ രഹസ്യങ്ങളോടുള്ള നമ്മുടെ കൂട്ടായ്മ. 520 ഖണ്ഡികയിൽ പറയുന്നത്, തൻ്റെ ജീവിതം മുഴുവനിലും നമുക്ക് മാതൃകയായി യേശു തന്നെ അവതരിപ്പിക്കുന്നു. അതാണ് ഒരു മോഡലാണ്. നമ്മൾ ഈശോയെ കണ്ട് പഠിക്കുക, ക്രിസ്താനുകരണം, ക്രിസ്തുവിനെ അനുകരിക്കുക. തൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച, തന്നെ അനുഗമിക്കാൻ നമ്മെ ക്ഷണിക്കുന്ന പരിപൂർണ മനുഷ്യനാണ് അവിടുന്ന്. പരിപൂർണ മനുഷ്യൻ. 191 ഗൗഡിയം സ്പെക്ട്, വറ്റിക്കാൻ പ്രബോധനമാണ്. ഗൗഡിയം സ്പെക്ട് 38. പരിപൂർണ മനുഷ്യനാണ് അവിടുന്ന്. തൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് തന്നെ അനുഗമിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്ന പരിപൂർണ മനുഷ്യനാണ്. അപ്പോൾ ഈശോ ദൈവം തന്നെയാണെങ്കിലും ഈശോ പൂർണ്ണ മനുഷ്യനാണ്. തൻ്റെ വിനയത്തിലൂടെ നമുക്ക് അനുകരിക്കാനായി ഒരു മാതൃക അവിടെ നിന്ന് നൽകിയിരിക്കുന്നു. തൻ്റെ പ്രാർത്ഥന വഴി പ്രാർത്ഥിക്കുവാൻ അവിടെ നിന്ന് നമ്മെ പ്രേരിപ്പിക്കുന്നു. തൻ്റെ ദാരിദ്ര്യ ജീവിതം വഴി നമ്മുടെ ജീവിതമാർഗത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ദൗർലഭ്യങ്ങളെയും പീഡനങ്ങളെയും സസന്തോഷം സ്വീകരിക്കാൻ അവിടെ നിന്ന് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് അങ്ങനെ ഒരു ലളിതമായ ജീവിതം
അല്ലെങ്കിൽ ദാരിദ്ര്യമുള്ള ജീവിതം ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ പോലെയാണ്. അങ്ങനെയല്ല, അത് സ്വീകരിക്കുന്നതിലാണ് ക്രൈസ്തവ ആധ്യാത്മികത. നമ്മൾ വലിയ സമ്പൽ സമൃദ്ധിയും വലിയ ആഡംബര ജീവിതവുമാണെങ്കിൽ ഈ പ്രാർത്ഥിക്കാനോ സുവിശേഷ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കാനോ നമുക്ക് സാധിക്കില്ല. ഇതാണ് പ്രാർത്ഥനയ്ക്കുണ്ടാകേണ്ട വേറൊരു അറ്റ്മോസ്ഫിയർ. ഇപ്പോൾ ഒരു വാതാവരണം അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കുണ്ടാകേണ്ട ഒരു സാഹചര്യം, സിമ്പിൾ ലൈഫ്. ഉദാഹരണത്തിന് ഒരു വള്ളമുണ്ടെങ്കിൽ വള്ളത്തിന് ആവശ്യമായ സാഹചര്യം എന്താ? വെള്ളം വേണം. വള്ളം ഓടണമെങ്കിൽ എന്തു വേണം? വെള്ളം വേണം. അപ്പോൾ ആ വള്ളം തുഴയാനുള്ള സാഹചര്യമാണ് വെള്ളം. എന്നപോലെ യേശുവിനെ അനുകരിച്ച് യേശു നമുക്ക് നൽകുന്ന ഈ പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിക്കണമെങ്കിൽ അതിനൊരു സാഹചര്യം വേണം. എന്താണ് ആ സാഹചര്യം? യേശു ജീവിച്ച പോലെ ജീവിക്കാൻ, തൻ്റെ പ്രാർത്ഥന വഴി പ്രാർത്ഥിക്കുവാൻ അവിടെ നമ്മെ പ്രേരിപ്പിക്കുന്നു. തൻ്റെ ദാരിദ്ര്യ ജീവിതം വഴി യേശു ദൈവം തന്നെയായ യേശു, ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച യേശു അതൊന്നിനും താല്പര്യം കാണിക്കാതെ ഒരു നസ്രത്തിലെ ഒരു പാവപ്പെട്ട ഒരു ഭവനത്തിൽ അല്ലെങ്കിൽ ഒരു ഭവനം ആയിട്ട് അവിടെ അങ്ങനെ ആരാലും അറിയപ്പെടാതെ 30 വർഷം അവിടെ ജീവിച്ചു. ഒരു സാധാരണ ഒരു ആശാരിപ്പണിക്കാരനായിട്ട്, ഒരു ആശാരിയുടെ മകനായിട്ട് ദാരിദ്ര്യ ജീവിതം ജീവിച്ചു. ദാരിദ്ര്യം നമ്മളെന്ന് പറയുമ്പോൾ അതിന് ദാരിദ്ര്യമാണ്, ദാരിദ്ര്യം എന്ന്. പക്ഷേ യേശുവിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായൊരു ജീവിതമാണത്. മറ്റ് സുഖലോലുപതകളെയും ആർഭാടത്തെയും താരതമ്യപ്പെടുത്തുമ്പോൾ അത് ഒരു ദാരിദ്ര്യമാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് എല്ലാ സംതൃപ്തിയിലും റൊട്ടി, കപ്പട, മക്കാൻ, അത്യാവശ്യം ഉള്ള സാധനങ്ങൾ, കാര്യങ്ങൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവർ ജീവിച്ചു. അപ്പോൾ നമ്മുടെ ജീവിത മാർഗത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ദൗർലഭ്യങ്ങളെയും പീഡനങ്ങളെയും സസന്തോഷം സ്വീകരിക്കുവാൻ അവിടെ നിന്ന് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് നമ്മുടെ പ്രാർത്ഥനയും ജീവിതവുമായിട്ടൊരു ബന്ധമുണ്ട്. നമുക്ക് പലപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റാത്തത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് കണ്ടോ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണേ. അങ്ങയുടെ തിരുമനസ്സനുസരിച്ച് നമ്മൾ ജീവിക്കാനുള്ള ആഗ്രഹമായിരിക്കണം നമ്മുടേത്. മറിച്ച് നമ്മൾ വളരെ വലിയ ആർഭാട ജീവിതത്തിന് വേണ്ടി ഉന്നം വയ്ക്കുമ്പോൾ അത് അവിടുത്തെ തിരുമനസ്സല്ല. അപ്പോൾ തന്നെ നമ്മുടെ കാൽക്കുലേഷനുകൾ തെറ്റുന്നു, നമ്മളുടെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കണത് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ദൈവത്തിൻ്റെ തിരുമനസ്സല്ല, നമ്മുടെ ആഗ്രഹങ്ങളായിട്ടുള്ള ഒരു ആഡംബര ജീവിതത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. നമുക്ക് ധാരാളം സമ്പത്തുണ്ടാകണം. അവിടെയാണ് ഈശോ തന്നെ പല പ്രാവശ്യം പറയുന്നത്, മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല മനുഷ്യ ജീവിതം സഫലമാകുന്നത്. അപ്പോൾ ഇവിടെ ആണ് പ്രാർത്ഥനയ്ക്കാവശ്യമായ ഒരു വാതാവരണം, ഒരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. യേശു നമുക്കൊരു മാതൃകയാണ് തരുന്നത്. തൻ്റെ ജീവിതം മുഴുവനിലും നമുക്ക് മാതൃകയായി യേശു തന്നെ അവതരിപ്പിക്കുന്നു. തൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് തന്നെ അനുഗമിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്ന പരിപൂർണ മനുഷ്യനാണ്. ഇപ്പം നമ്മൾ ചിലർ പറയുമ്പോൾ അത് പിന്നെ കർത്താവ് ശോഭിച്ച ദൈവമല്ലേ,
അങ്ങേർക്ക് അതൊക്കെ പറ്റും, നമുക്ക് പറ്റുമോ? അത് അങ്ങനെയല്ല. ഈശോ മിശിഹ ദൈവമാണെങ്കിലും ഈശോ മിശിഹ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. നമ്മളുടെ മുമ്പിൽ ഒരു ദൈവവും മനുഷ്യനുമാണ്. അതാണ്, ഒരു പൂർണ്ണ മനുഷ്യനായിട്ടാണ് യേശു ജീവിച്ചത്. ഓക്കെ, ക്രിസ്തു ഈ 521 കൂടി ഒന്ന് വായിക്കാട്ടോ. 521 വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 521 ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതെല്ലാം നാമും നമ്മുടെ ജീവിതത്തിൽ അവിടത്തോട് അനുഭവിക്കാൻ അവിടെ നമ്മെ പ്രാപ്തരാക്കുന്നു. അതേ ജീവിതം അവിടുന്ന് നമ്മിൽ നയിക്കുകയും ചെയ്യുന്നു. അതേ ജീവിതം മനുഷ്യാവതാരത്തിലൂടെ ദൈവപുത്രൻ ഒരു വിധത്തിൽ ഓരോ മനുഷ്യനുമായി സംയോജിക്കുന്നു. അവിടത്തോടുകൂടി ഒന്നായി തീരാൻ നാം ക്ഷണിക്കപ്പെടുന്നു. നമുക്ക് വേണ്ടിയും നമുക്ക് മാതൃകയായും ക്രിസ്തു തൻ്റെ ശരീരത്തിൽ അനുഭവിച്ചതെല്ലാം നാമും പങ്കുചേരുന്നതിനായി തൻ്റെ ശരീര അവയവങ്ങൾ എന്ന നിലയിൽ അവിടുന്ന് നമ്മെ ശക്തരാക്കുന്നു. അവിടുന്ന് നമ്മെ ശക്തരാക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത 2608 പോകാം. 2608 തൻ്റെ ഗിരിപ്രഭാഷണം മുതൽ യേശു ഹൃദയ പരിവർത്തനത്തിൻ്റെ, അതാണ് അടുത്ത സ്റ്റേജ്. എന്താണ് നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു വ്യത്യാസം? നമ്മളിൽ എന്തെങ്കിലും വ്യത്യാസം വേണം. എന്താണത്? തൻ്റെ ഗിരിപ്രഭാഷണം മുതൽ യേശു ഹൃദയ പരിവർത്തനത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നു. അതാണ്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. അൾത്താരയിൽ ബലിയർപ്പണം നടത്തുന്നതിന് മുൻപ് സഹോദരനുമായി രമ്യതപ്പെടൽ. അതാണ്, ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ച് അവനുമായി രമ്യപ്പെടുക. കണ്ടോ, രമ്യതയാണ് ഹൃദയപരിവർത്തനം. ശത്രുസ്നേഹം, മർദ്ദകർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, പിതാവിനോട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യകത, അമിതഭാഷണം വഴി ആവർത്തിക്കാതിരിക്കൽ, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള പ്രാർത്ഥനാപൂർവകമായ മാപ്പ് നൽകൽ. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള പ്രാർത്ഥനാപൂർവകമായ മാപ്പ് നൽകൽ, ഹൃദയശുദ്ധി, ദൈവരാജ്യം അന്വേഷിക്കൽ എന്നിവയെപ്പറ്റി. അപ്പോൾ ഇവിടെ അതിൻ്റെ സുവിശേഷ ഭാഗങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. നമുക്ക് അതല്ലാതെ തന്നെ നമുക്കറിയാം. മത്തായി 5:23, 24, 44, 45, 6:7, 6:14, 15, 6:21, 6:25, 6:31. എന്താ 6:31? ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം. അപ്പം മത്തായി 5, 6 മുഴുവൻ അധ്യായത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സാധിക്കണമെങ്കിൽ എന്ത് വേണം? പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഈശോ പഠിപ്പിച്ച പോലെ തന്നെ പ്രാർത്ഥിക്കണം. 451 1430 ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. 451 ക്രൈസ്തവ പ്രാർത്ഥന കർത്താവ് എന്ന സംജ്ഞയാൽ മുദ്രിതമാണ്. ക്രൈസ്തവ പ്രാർത്ഥന കർത്താവ് എന്ന സംജ്ഞയാൽ മുദ്രിതമാണ്. പ്രാർത്ഥനയ്ക്കുള്ള ആഹ്വാനത്തിൽ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടോ? പ്രാർത്ഥനയ്ക്കുള്ള ആഹ്വാനമാണ്. കർത്താവ് നിങ്ങളോട് കൂടെ. പ്രാർത്ഥനയുടെ ഉപസംഹാരത്തിൽ എന്താണ്? ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി. പ്രാർത്ഥനയുടെ ഉപസംഹാരത്തിൽ, പ്രാർത്ഥനയുടെ ആരംഭത്തിൽ കർത്താവ് നിങ്ങളോട് കൂടെ.
പ്രാർത്ഥനയുടെ അവസാനത്തിൽ നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി. ഇതെല്ലാം വളരെ പ്രാധാന്യമുള്ള അർത്ഥവത്തായ വലിയ രഹസ്യമാണ്. എന്താ? ക്രൈസ്തവ പ്രാർത്ഥന കർത്താവ് എന്ന സംജ്ഞയാൽ മുദ്രിതമാണ്. കർത്താവ് നമ്മോടുകൂടി, നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി വിശ്വാസവും പ്രത്യാശയും നിറഞ്ഞ മുറവിളിയിലും മാരാനാഥ, ഞങ്ങളുടെ കർത്താവേ വന്നാലും, അത് വിശ്വാസവും പ്രത്യാശയും നിറഞ്ഞ ഒരു മുറവിളിയാണ്. മാരാനാഥ അഥവാ മാരാനാഥ, വന്നാലും കർത്താവേ, ആമേൻ, വന്നാലും കർത്താവായ യേശുവേ. അപ്പോൾ ഇതെല്ലാം ക്രൈസ്തവ പ്രാർത്ഥന കർത്താവ് എന്ന സംജ്ഞയിൽ മുദ്രിതമാണ്. അതായത് നമ്മുടെ പ്രാർത്ഥനയുടെ കേന്ദ്ര ബിന്ദുവും മുദ്രയും കർത്താവായ ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. ക്രിസ്തുവിലൂടെ പിതാവിലേക്ക് നൽകപ്പെടുന്നു. കർത്താവായ ക്രിസ്തു വഴി. ഇത് നമ്മളുടെ ഉള്ളിൽ പൂർണ്ണമായ ഒരു ബോധ്യമുണ്ടാകണം. നമ്മൾ ക്രിസ്തു ശിഷ്യന്മാരാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ്. ക്രിസ്തു വസിക്കുന്ന ആലയമാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. ഇനി 1430 പ്രായശ്ചിത്തം, ആന്തരിക പ്രായശ്ചിത്തം. മാനസാന്തരത്തിലേക്കും പ്രായശ്ചിത്തത്തിലേക്കുമുള്ള യേശുവിൻ്റെ വിളി അവിടത്തേക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ ആഹ്വാനം പോലെ ഒന്നാമതായി ചാക്കുടുക്കലും ചാരം പൂശലും ഉപവാസവും പരിത്യാഗവും പോലുള്ള ബാഹ്യ പ്രവൃത്തികളെ അല്ല. അതാണ് വളരെ പ്രത്യേകത. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എല്ലാം ഹൃദയത്തിൽ നിന്നാണ്, ആന്തരികമായിട്ടുള്ളൊരു പ്രായശ്ചിത്തമാണ്. ഇപ്പോൾ പഴയ നിയമകാലത്ത് ബാഹ്യമായ അനുഷ്ഠാനങ്ങളിൽ കേന്ദ്രീകൃതമായിരുന്നു. ചാക്കുടുക്കൽ, ചാരം പൂശലും ഉപവാസവും പരിത്യാഗവും പോലുള്ള ബാഹ്യപ്രവൃത്തികളെ അല്ല. പിന്നെയോ ഹൃദയത്തിൻ്റെ മാനസാന്തരത്തെ, ആന്തരിക അനുതാപത്തെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ആന്തരികമായി ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന്. ഇതുകൂടാതെയുള്ള പ്രായശ്ചിത്ത പ്രവൃത്തികൾ ഫലരഹിതവും വ്യാജവുമായിരിക്കും. എന്നാലും ആന്തരികമായ മാനസാന്തരം ദൃശ്യമായ അടയാളങ്ങളിലൂടെ, ചേഷ്ടകളിലൂടെയും പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെയും പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ പഴയ നിയമത്തിലെ ആ ബാഹ്യമായ അനുഷ്ഠാനങ്ങളല്ല പുതിയ നിയമത്തിൽ ഈശോ ആഗ്രഹിക്കുന്ന ഹൃദയത്തിൻ്റെ ആന്തരികമായ പശ്ചാത്താപ പ്രവർത്തികളാണെങ്കിലും അതിനും ബാഹ്യമായ ചില അടയാളങ്ങൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അതിനുദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്നത് 23, ജോയേൽ പ്രവാചകൻ 2:12-13 ഉണ്ട്. ഏശയ്യ 1:16-17, മത്തായി 6:1-6. അതെല്ലാം നമ്മൾ ദാനധർമ്മങ്ങളിലൂടെയും ദരിദ്രരോടും വിധവകളോടുമുള്ള സ്നേഹത്തിലൂടെയും അതെല്ലാമാണ് അവിടെ പറയുന്നത്. ഇനി നമ്മൾ അടുത്ത പാരഗ്രാഫിലേക്ക് നീങ്ങുകയാണ്. 2609. ഇപ്പോൾ ഇന്നലത്തെ പഠിച്ചതിൻ്റെ നമ്മൾ മുഴുവനും ക്ലിയറാക്കി. ഇപ്പോൾ നമ്മൾ 2609 മാനസാന്തരപ്പെടാൻ ഉറച്ചു കഴിഞ്ഞാൽ ഹൃദയം വിശ്വാസത്തിൽ പ്രവർത്തിക്കാൻ പഠിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. മാനസാന്തരപ്പെടാൻ ഉറച്ചു കഴിഞ്ഞാൽ ഹൃദയം വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാൻ പഠിക്കുന്നു. വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാൻ.
അതാണ്. അപ്പം നമ്മൾ ഇന്നലെ എല്ലാം അതിനെക്കുറിച്ച് കുറേ പറഞ്ഞു. അപ്പം ഇന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥന, ഹൃദയത്തിൽ വസിക്കുന്നു ദൈവം. ദൈവം നമ്മളിൽ വസിക്കുന്നു എന്നതാണ് വിശ്വാസം. നിനക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളിൽ വസിക്കുക. അതാണ് നമ്മളിപ്പോൾ ഈ സങ്കീർത്തനത്തിൽ കേട്ടു. കർത്താവാണെൻ്റെ ഓഹരിയും പാനപാത്രവും, അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു നൽകിയിരുന്നുണ്ടോ. അപ്പോൾ അത് എന്താണ്? ആ ദാനം ദൈവം തന്നെയാണ്. ദാനം ദൈവം തന്നെയാണ്. അതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ. വിശ്വാസം എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മോട് കൂടെ, കർത്താവ് നമ്മോട് കൂടെ. അതാണ് പ്രധാനമായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മൾ ദൈവത്തിൽ നിന്നുള്ള എന്തെങ്കിലും വസ്തുവകകൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചതിന് അയച്ചു കുഴപ്പമില്ല. പക്ഷെ അതല്ല പ്രാർത്ഥനയുടെ, വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന. വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, എനിക്കത് മതി, എൻ്റെ ദൈവമേ ദൈവമേ. അപ്പോൾ ഇതെല്ലാം സങ്കീർത്തനങ്ങളിലും ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിലും അതാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ നിൻ്റെ പിതാവിനോട്. കണ്ടോ? അപ്പോൾ പിതാവ് എവിടെയാ? പിതാവ് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. പിതാവ് നമ്മുടെ ഉള്ളിലുണ്ടോ? ദൈവം നമ്മുടെ ഉള്ളിലുണ്ടോ? അതാണ് പൗലോസ്ലീഹ ഒരുപാട് സ്ഥലത്ത് പറയുന്നത്. നിങ്ങളിതറിയുന്നില്ലേ? നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? എല്ലാവർക്കും അറിയാം ഈ വചനം. 1 കൊരിന്ത്യസ് 3:16, പിന്നെ 2 കൊരിന്ത്യസ് 13:5. നിങ്ങളുടെ വിശ്വാസം ഒന്ന് പരീക്ഷിച്ചറിയുവിൻ, യേശുക്രിസ്തു നിങ്ങളിലുണ്ടോ? അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളിൽ ദൈവമുണ്ട്. ഞാൻ സർവാധീപനായ കർത്താവ് നിങ്ങളിലുണ്ട്. പക്ഷേ നമ്മൾക്ക് ബുദ്ധിക്ക് അഗ്രാഹ്യമാണത്. അതാണ് സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും. കേട്ടോ? സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകൻ. സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങ് എന്നിലുണ്ട്. എന്നെ അനുഗ്രഹിക്കണേ, എന്നെ പരിപാലിക്കണേ, എന്നെ നയിക്കണേ. അങ്ങനെ നമ്മൾ ആ ദൈവത്തിൽ അങ്ങ് ആശ്രയിക്കുകയും ആ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയും, ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന മാതിരി പെട്ടെന്ന് കാര്യങ്ങൾ നടത്താനല്ല കർത്താവ് പറയും, സാവകാശം, വെയിറ്റ്, കാത്തിരിക്കണേക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്താ കാത്തിരിക്കുക? ആര് കാത്തിരുന്ന പോലെ? പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വരാം. മാനസാന്തരപ്പെടാൻ ഉറച്ചു കഴിഞ്ഞാൽ ഹൃദയം വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാൻ പഠിക്കുന്നു. നമുക്ക് അനുഭവപ്പെടുകയും നാം മനസ്സിലാക്കുകയും ചെയ്യുന്നവയ്ക്കപ്പുറം ദൈവത്തോടുള്ള പുത്രസഹജമായ ഒട്ടിച്ചേരലാണ് പ്രാർത്ഥന. എൻ്റെ ആത്മാ അങ്ങയോടൊട്ടി ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത്തു കൈ എന്നെ താങ്ങി നിർത്തുന്നു. സങ്കീർത്തനം 63:8. കണ്ടോ? ദൈവത്തോടുള്ള പുത്രസഹജമായ ഒട്ടിച്ചേരലാണ് പ്രാർത്ഥന. നാം മനസ്സിലാക്കുകയും ചെയ്യുന്നവയ്ക്കപ്പുറം ദൈവത്തോടുള്ള പുത്രസഹജമായ ഒട്ടിച്ചേരലാണ്. ഇതാണ് വിശുദ്ധ ഗ്രിഗറി പിതാവ് എന്ന് പറഞ്ഞത് കോണ്ടംപ്ലേഷൻ എന്ന് പറഞ്ഞാൽ
ഒരു വ്യക്തിയുമായിട്ടുള്ള ഒട്ടിച്ചേരൽ. പ്രൈസ് ദ ലോർഡ്. ഇവിടെയാണ് ഒട്ടിച്ചേരലാണ് പാത്രം. പുത്രസഹജമായ അപ്പച്ചാ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആ പിതാവിനുമായിട്ട് നമ്മൾ ആ മക്കളാണ് എന്നുള്ള വലിയ കോൺഫിഡൻസ് പ്രിയപുത്രൻ പിതാവിൻ പക്കലേക്കുള്ള പാത തുറന്നു തരുന്നത് കൊണ്ടാണ് നമുക്ക് അത് സാധ്യമാകുന്നത്. അപ്പോൾ ഈ ഒട്ടിച്ചേരൽ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല. ഈശോ മിശിഹായാകുന്ന പിതാവിൻ്റെ പ്രിയപുത്രൻ നമ്മളിൽ വന്നിട്ട് നമ്മളിൽ പിതാവിൻ പക്കലേക്കുള്ള പാത തുറന്നു തരുന്നത് കൊണ്ടാണ്. ഞാനാകുന്നു വഴി. അതാണ്. അപ്പോൾ ഈശോ നമ്മളിൽ വന്നിട്ട് എന്ത് തന്നു? ഈശോ നമ്മളിൽ വന്നിട്ട് പിതാവിനെ തന്നു. പിതാവുമായിട്ട് ഒട്ടിച്ചേരുന്ന ഒരവസ്ഥയെ തന്നു. അതിപ്പോൾ നമ്മളിലുണ്ട്. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ കാണേണ്ടത്. അത് നമ്മളിൽ സംസ്ഥാപിതമായി കഴിഞ്ഞിരിക്കുന്നു. അതാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം നിങ്ങളിൽ സംസ്ഥാപിതമായിരിക്കുന്നു. നിങ്ങൾ അവിടെയോ ഇവിടെയോ നോക്കണ്ട, ദൈവരാജ്യം നിങ്ങളിൽ തന്നെ എന്ന് പറയുന്നത് ഈ ഒട്ടിച്ചേരുന്ന അവസ്ഥയാണ്. പ്രിയപുത്രൻ പിതാവിൻ പക്കലേക്കുള്ള പാത തുറന്നു തരുന്നത് കൊണ്ടാണ് നമുക്ക് അത് സാധ്യമാകുന്നത്. അവിടുന്ന് തന്നെ വാതിലും മാർഗവുമായതിനാൽ കണ്ടോ, അവിടുത്തെ തന്നെ വാതിലും മാർഗവും. ഇതിൻ്റെയൊക്കെ വചനം ഓർക്കണം ഇല്ലേ? ഈശോ പറഞ്ഞു, ഞാനാണ് വാതിൽ, ഞാനാകുന്നു വാതിൽ, ഞാനാകുന്നു വഴി, മാർഗം. അവിടുന്ന് തന്നെ വാതിലും മാർഗവും ആയതിനാൽ അന്വേഷിക്കാനും മുട്ടാനും നമ്മോട് പറയാൻ അവിടത്തേക്ക് കഴിയുന്നു. അന്വേഷിക്കുവിൻ. കാരണം നിങ്ങളുടെ അകത്ത് തന്നെ ഉണ്ട്. എന്തിനെക്കുറിച്ചാണ് അന്വേഷിക്കണത്? അവിടെ ഉള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. അത് നിങ്ങൾ അന്വേഷിച്ചാൽ കണ്ടെത്തും. അവിടെ ഉണ്ടെന്നേ, അത് അന്വേഷിച്ചാൽ മതി. മുട്ടുവിൻ, തുറക്കപ്പെടും. 153 1814 153 ഈ വിശ്വാസത്തിൻ്റെ തന്നെ വലിയ 153 വിശ്വാസം ഒരു കൃപാവരം. 153 തന്നെയല്ലേ ഇത്? നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗമാണ്. വിശ്വാസം ഒരു കൃപാവരമാണ്. വിശ്വാസം ഒരു കൃപാവരമാണ്. യേശു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പത്രോസ് പ്രഖ്യാപിച്ചപ്പോൾ അവിടുന്ന് പത്രോസിനോട് പറഞ്ഞു, ഈ വെളിപ്പെടുത്തൽ വന്നത് മാംസരക്തങ്ങളിൽ നിന്നല്ല, പ്രത്യുത സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്നാണ്. നമുക്കറിയാം വചനം. വിശ്വാസം ഒരു ദൈവദാനമാണ്. ദൈവം മനുഷ്യനിലേക്ക് നിശ്വസിക്കുന്ന പ്രകൃത്യാതീത സുഹൃത്തമാണിത്. പ്രൈസ് ദ ലോർഡ്. പ്രകൃത്യാതീത സുഹൃത്തം. അതാണ് പത്രോസിനോട് പറയുന്നത്, ഇത് നിൻ്റെ ജഡരക്തങ്ങളല്ല, ഇത് നിൻ്റെ മാനുഷികമായ ഇൻ്റലിജൻസിലൂടെ അല്ല, ഇതെൻ്റെ പിതാവ് ഇപ്പോൾ നിനക്ക് വെളിപ്പെടുത്തിയതാണ്. ഇങ്ങനെയാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ച നമ്മളെല്ലാവരിലും ദൈവം തൻ്റെ വെളിപ്പെടുത്തലുകളിലൂടെ വിശ്വാസം എന്ന ദാനത്തെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ വിശ്വാസം പ്രവൃത്തിപഥത്തിലാക്കുന്നതിന് മുൻപ് മനുഷ്യനെ ചലിപ്പിക്കാനും സഹായിക്കാനും ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സഹായങ്ങളും ആവശ്യമാണ്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സഹായം, ദ ഇന്നർ പവർ. കൃപ അവിടുന്ന് ഹൃദയത്തെ ചലിപ്പിക്കുകയും ദൈവത്തിങ്കിലേക്ക് തിരിക്കുകയും മനസ്സിൻ്റെ നേത്രങ്ങളെ തുറക്കുകയും ചെയ്യുന്നു. ആന്തരിക നേത്രങ്ങളെ സത്യത്തെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്
എല്ലാവർക്കും ആസ്വാദ്യകരമാകുന്നതും പരിശുദ്ധാത്മാവ് തന്നെ. അപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇതിൻ്റെ എല്ലാം അച്ചുതണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്തത് 1814 1814. വീണ്ടും വിശ്വാസത്തെക്കുറിച്ചാണ്. ദൈവം സത്യം തന്നെയാകയാൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നതും അവിടുന്ന് പറയുകയും വെളിപ്പെടുത്തുകയും ചെയ്ത സകലതും വിശ്വസിക്കുന്നതും നാം വിശ്വസിക്കാൻ വേണ്ടി വിശുദ്ധ സഭ നമുക്ക് നിർദ്ദേശിക്കുന്നവയെല്ലാം വിശ്വസിക്കുന്നതും ഏത് സുഹൃത്തത്താലാണോ അതാണ് വിശ്വാസം എന്ന ദൈവിക സുഹൃത്തം ഉണ്ടോ. അപ്പോൾ ഇതൊരു നിർവചനമാണ്. എന്താണ് വിശ്വാസം? വിശ്വാസം എന്ന ദൈവിക സുഹൃത്തത്തിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു? ദൈവം സത്യം തന്നെയാകയാൽ, അതാണ് ഈശോ ഇടയ്ക്ക് പറയാറില്ലേ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും, ഞാനാകുന്നു ലോകത്തിൻ്റെ പ്രകാശം. അതിൽ പിന്നെ വേറെ ഒരു സംശയിക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് പ്രൂവ് ചെയ്തതെന്ന് പറയണതിൽ അർത്ഥമില്ല. സത്യം സത്യമായി ഞാൻ പറയുന്നു, ഞാൻ അബ്രാഹത്തിന് മുൻപുണ്ട്. അവിടെ അതിൽ നമ്മൾ അത് നേരെ അങ്ങ് വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ്. ദൈവം സത്യം തന്നെയാകയാൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നതും അവിടുന്ന് പറയുകയും വെളിപ്പെടുത്തുകയും ചെയ്ത സകലതും വിശ്വസിക്കുന്നതും നാം വിശ്വസിക്കാൻ വേണ്ടി വിശുദ്ധ സഭ നമുക്ക് നിർദ്ദേശിക്കുന്നവയല്ല. അതാണ് വിശുദ്ധ സഭ. ഇപ്പോൾ കത്തോലിക്ക സഭയുടെ മതബോധനം എന്നത് ആ അർത്ഥത്തിലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇത് ഒരു ഡോക്ട്രിനാണ്. ഇത് സഭയുടെ ആധികാരികമായ വിശ്വാസ രഹസ്യങ്ങളാണ്. ഇത് നമ്മൾ വിശ്വസിക്കാൻ, ഒരു കത്തോലിക്കൻ ഇത് വിശ്വസിക്കാൻ അവൻ കടപ്പെട്ടിരിക്കുന്നു. യാതൊരു ചോദ്യവും കൂടാതെ, അതിനൊരു മറുചോദ്യമില്ലാതെ അത് വിശ്വസിക്കുന്നതിനാണ് വിശ്വാസത്തിൻ്റെ വിധേയത്വം എന്ന് നമ്മൾ പണ്ട് പഠിച്ച 154, 155, 156 വിശ്വാസത്തിൻ്റെ വിധേയത്വം, വിശ്വാസത്തിൻ്റെ അനുസരണം എന്ന് പറയുന്നതാണ്. സഭ നമുക്ക് നിർദ്ദേശിക്കുന്നവയെല്ലാം വിശ്വസിക്കുന്നതും ഏത് സുഹൃത്തത്താലാണോ അതാണ് വിശ്വാസം എന്ന ദൈവിക സുഹൃത്തം. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളൊരു പാരഗ്രാഫാണ്. അതുകൊണ്ട് ഞാനിനി കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. വിശ്വാസം വഴി മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. അതൊരു ഭയങ്കര ഒരു സുഖമാണത്. ഇതെല്ലാം ഇതിൽ പറയുന്നത് യാതൊരു സംശയമില്ലാതെ അങ്ങ് വിശ്വസിക്കുന്നത് ഒരു സുഖമാണ്, ഒരു ആനന്ദമാണ്, ഒരു ശക്തിയാണ്, ഒരു കരുത്താണ്, ഒരു പ്രത്യാശയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഇതെല്ലാം വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയാണ്. മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. അതാണ് മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടെ. എന്നെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഒരു പങ്കാളിയായിട്ടാണ് എന്നെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഉദ്ധരിക്കുന്ന ആ ആദ്യത്തെ വാക്യം, കാറ്റഗീസത്തിൻ്റെ ആദ്യത്തെ വാക്യം എന്താണ്? അനന്തഗുണസമ്പന്നനും തന്നിൽ തന്നെ സൗഭാഗ്യവാനുമായ ദൈവം നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വതന്ത്ര മനസ്സോടെ മനുഷ്യനെ തൻ്റെ സൗഭാഗ്യകരമായ ജീവിതത്തിൽ പങ്കാളിയാകാൻ സൃഷ്ടിച്ചു. കണ്ടു, പങ്കാളിയാകാൻ സൃഷ്ടിച്ചു. ഗോഡ് ക്രിയേറ്റഡ് us to make us a share in his own blessed life. തൻ്റെ ജീവൻ്റെ, നമ്മൾ ജീവിത പങ്കാളിയാണ് ദൈവത്തിൻ്റെ. നമ്മൾ പറയാറില്ല, എൻ്റെ ജീവിത പങ്കാളി ജോലി കഴിഞ്ഞ് വന്നിട്ടില്ല, എൻ്റെ ജീവിത പങ്കാളി വന്നിട്ട് ഞാനത് പറയാം.
അനന്തഗുണസമ്പന്നനും തന്നിൽ തന്നെ സൗഭാഗ്യവാനുമായ ദൈവം കേവലം നന്മ മാത്രം ലക്ഷ്യമാക്കി സ്വതന്ത്ര മനസ്സോടെ തൻ്റെ സൗഭാഗ്യത്തിൽ ഭാഗമാക്കാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ പോയിന്റ് പിടികിട്ടിയാൽ മതി. നമ്മളെ ദൈവം ശുഭാങ്ങുണ്ടാക്കിയിട്ടേക്കല്ല ചെയ്തത്. തൻ്റെ അനന്ത ഗുണസമ്പന്നതയിൽ പങ്കാളിയാകാൻ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. നിസ്സാര ആളൊന്നുമല്ല നമ്മൾ, മനസ്സിലായിട്ടുണ്ടോ? നമ്മളങ്ങനെ നിസ്സാര ആൾക്കാരൊന്നും അല്ല. ഇക്കാരണത്താൽ വിശ്വാസി ദൈവത്തിൻ്റെ ഹിതം അറിയാനും, സ്വർഗസ്ഥനായ പിതാവിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പ്, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണേ. ദൈവത്തിൻ്റെ ഹിതം അറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ശ്രമിക്കുന്നു. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും. സജീവ വിശ്വാസം സ്നേഹത്തിലൂടെ പ്രവർത്തിക്കുന്നു. വരുവിൻ നമുക്ക് പ്രാർത്ഥിക്കാം.